നമ്മുടെ നാട്ടിലെ പെട്ടി സ്പെഷ്യൽസിലെ ബീഫ് ഫ്രൈയും ബീഫ് വരട്ടുമാണ് ഇത് ചെയ്യുന്നത്. അപ്പൊ ആദ്യം നമ്മൾ കുക്കർ അടുപ്പത്ത് വെക്കുന്നുണ്ട്, കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇനി ഞാൻ ഇഞ്ചിയും പച്ചമുളകും വെളുത്തുള്ളിയും ചതച്ചതായിട്ട് എടുത്തത്, ഏലക്കായ, പട്ട, ഗ്രാമ്പു, കുറച്ച് മഞ്ഞപ്പൊടിയും കൂടെ ആഡ് ചെയ്യുന്നുണ്ട്, കറിവേപ്പില, ഉപ്പും കറിവേപ്പിലയും കൂടെ ഇടുന്നുണ്ട്. ബീഫ് ഇടണേ. കഴുകി വാരിയിട്ട് ബീഫ് ഇടുവാണ്. വെള്ളമൊക്കെ ഊറ്റി കളഞ്ഞ ബീഫാണ്. ഇത് നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം മൂടി വെച്ച് എത്ര വിസിലാണ് മേടിക്കുന്നത്? 2 വിസിൽ. 2 പ്രാവശ്യമായിട്ടാണ് കേട്ടോ കുക്ക് ചെയ്തായിരുന്നത്. അപ്പോൾ ഫസ്റ്റ് കുക്ക് ചെയ്തതാണ് കേട്ടോ ഈ കാണുന്നത്. ഈ രണ്ടാമത്തത് കുക്കറിലുണ്ട്. ഇനി കുക്കറിൽ നിന്ന് ഉള്ളിലോട്ട് ട്രാൻസ്ഫർ ചെയ്യണം കേട്ടോ. ബീഫ് ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പം ഇനി അടുത്ത സ്റ്റെപ്പ് ഇത് നന്നായിട്ടൊന്ന് വെള്ളം വറ്റിച്ചൊന്ന് എടുക്കണം. അപ്പോൾ അത് കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ ബീഫ് ഡ്രൈയിലോട്ടും ബീഫ് വരട്ടിലോട്ടും പോകുന്നത്. ബീഫ് റോസ്റ്റ് ആയാലും ബീഫ് വരട്ടായാലും ഏകദേശം ബേസ് നമ്മുടെ ഇത് പരിവാണ്. നേരത്തെ ചെയ്തു വെച്ചേക്കുന്ന ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളകിന്റെ ഒരു പേസ്റ്റ് നമ്മളിപ്പോൾ ഇതിൻ്റെ അകത്തോട്ട് ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഒരു ബേ ലീഫും കൂടെ ആഡ് ചെയ്തിട്ടുണ്ട്. അങ്ങോട്ട് വാടണം, നടുക്കിടന്ന് ഇങ്ങനെ ഒരു കളറ് നല്ലൊരു ഇതായി. ഇനി കുരുമുളക് പൊടി ആഡ് ചെയ്യും. നെയ്യ് തിരിഞ്ഞു വന്നുണ്ട്, കണ്ട. നമ്മൾ 1 kg ഇതിൽ നിന്ന് മാറ്റിയിട്ടുണ്ട് കേട്ടോ. കുരുമുളക്, ജീരകം, കറിവേപ്പില, ഇത് 3 ഇനിയിപ്പോൾ ആഡ് ചെയ്യുന്നത്. ജീരകം കൂടെ ആഡ് ചെയ്തിട്ടുണ്ട്. ഇത്രേ ഉള്ളൂ. ഇങ്ങനെയാണ് അപ്പോൾ നമ്മൾ ബീഫ് വരട്ട് ചെയ്യുന്നത് കേട്ടോ. ഉള്ളി, സവാള, തക്കാളി അങ്ങനത്തെ ചേരുവകളൊന്നും നമ്മൾ ഇതിൽ ആഡ് ചെയ്യുന്നില്ല. ഇത് ആക്ച്വലി നമ്മൾ പുറത്തോട്ട് കൊടുത്തയക്കുന്നതായതുകൊണ്ട് ഇതൊന്നും നമ്മൾ ആഡ് ചെയ്യാറില്ല. ഇങ്ങനെയാണ് നമ്മുടെ ബീഫ് വരട്ടിന്റെ ഫൈനൽ ലുക്ക് വരുന്നത്. വരട്ടി കഴിഞ്ഞിട്ടുണ്ട്. ഇത് ഇനി റോസ്റ്റ് ആണ് ചെയ്യുന്നത്. സെയിം ഉരുളിയിലോട്ടാണ് കേട്ടോ നമ്മൾ എടുത്തു വെച്ച ബീഫ് ഇട്ട് കൊടുക്കാം കേട്ടോ. ബീഫ് അപ്പോൾ ചെറുതായിട്ടൊന്ന് വകഞ്ഞ് മാറ്റിയിട്ട് ചെറിയുള്ളിയും വെളുത്തുള്ളിയും ഉണ്ടല്ലേ, വെളുത്തുള്ളിയൊക്കെ ഇട്ട് നമ്മൾ വറ്റിച്ചെടുത്തതാണ്. അപ്പൊ എന്നാലും ഒന്ന് മൊരിഞ്ഞിട്ടാണോ മിക്സ് ചെയ്യണം? മൊരിഞ്ഞിട്ട് ഈ വേപ്പില ആഡ് ചെയ്യുന്നുണ്ടേ. നന്നായിട്ട് കിടന്ന് മൊരിയട്ടെ. ഇനി ഇത് ശരിക്കും ഫ്രൈ ആക്കി എടുക്കണം അല്ലേ? അങ്ങോട്ട് മിക്സ് ആക്കണം. അത് മാറ്റിക്കോ, വേറെ എടുക്ക്. കുരുമുളക് ആഡ് ചെയ്യുവാണ് കേട്ടോ. കുരുമുളകായി, പെരുംജീരകം, ഇത് മമ്മി പൊടിച്ചെടുക്കുന്ന ഗരം മസാലയാണ് കേട്ടോ. ആഡ് ചെയ്യാനില്ല, നമ്മുടെ ഫ്രൈ റെഡി ആയിട്ടുണ്ട്. ബീഫ് ഫ്രൈ അപ്പോൾ നമ്മുടെ ബീഫ് ഫ്രൈയുടെയും ബീഫ് വരട്ടിൻ്റെയും ഒക്കെ റെസിപ്പി കണ്ടിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ നാട്ടിൽ നിന്ന് ഓർഡർ അനുസരിച്ച് ചെയ്തു കൊടുക്കുന്നത്. അപ്പോൾ ചില കസ്റ്റമേഴ്സ് നമ്മുടെ അടുത്ത് ഈ സ്പൈസി ആയിട്ട് ബീഫ് ഒക്കെ ചെയ്തു കൊടുക്കാൻ പറയും, മസാല കൂട്ടിയൊക്കെ ചെയ്തു കൊടുക്കാൻ പറയും. നമ്മൾ മിനിമൽ മസാലയിലാണ് എല്ലാം ചെയ്തു കൊടുക്കുന്നത്. എല്ലാം പറഞ്ഞിട്ടാണ് കേട്ടോ നമ്മൾ ഓർഡർ ആക്സെപ്റ്റ് ചെയ്യുന്നത്. ഉള്ളി, തക്കാളി, ചെറിയുള്ളി അങ്ങനെയൊക്കെ ഒന്നും നമ്മൾ ആഡ് ചെയ്യൂല എന്നൊക്കെ പറഞ്ഞിട്ട് തന്നെയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെയാണ് എല്ലാവർക്കും നമ്മൾ കൊടുക്കുന്നത്. ഈ 2 റെസിപ്പിയും എല്ലാവരും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നമ്മൾ ബീഫ് ഒരു കസ്റ്റമറിലൊക്കെ എത്തിച്ചിട്ടുണ്ടെങ്കിൽ അവരോട് പറയാനുള്ളത്, എപ്പോഴും വെള്ളം തൊടാത്ത സ്പൂണിനൊക്കെ യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് വീണ്ടും അത് ഫ്രീസറിൽ കീപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ കുറച്ച് നാളും കൂടെ നിങ്ങൾക്ക് അത് യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ പറയാനുള്ളത് എല്ലാവരും ഈ ഒരു റെസിപ്പി ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്. നമ്മുടെ നാട്ടിലെ പെട്ടി സ്പെഷ്യൽസിലെ ബീഫ് ഫ്രൈയും ബീഫ് വരട്ടും